നമ്മൾ നോയമ്പ് കാലത്തേക്ക് കടന്നു കഴിഞ്ഞു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് എന്ന് ദൈവവചനം പറയുന്നു. ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ അറിയാതെ, അതിൻ്റെ യഥാർത്ഥ കാരണം അറിയാതെ, ഇപ്പോഴത്തെ അവസ്ഥ അറിയാതെ എന്ത് കേട്ടാലും കേട്ടതിനെ കുറിച്ച് അപ്പോൾ തന്നെ നമ്മൾ വിധികൾ പറയുകയാണ്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടുന്നു എന്ന് ദൈവവചനം പറയുന്നുണ്ട്. നമ്മളെ വിധിക്കാനുള്ള അളവ് പോലെ നമ്മൾ തന്നെ ദൈവത്തിന് കൊടുക്കുകയാണ്. കോടതിയിലെ ഏറ്റവും പരിശുദ്ധമായ വിധിയാണ് ന്യായവിധി. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് കോടതിയുടെ ആപ്തവാക്യം. എന്നാൽ പല കാര്യങ്ങളിലും മാധ്യമങ്ങൾ എത്ര അധികമായിട്ടാണ് ഇടപെടുന്നത്, പ്രസ്താവനകൾ ഇറക്കുന്നത്, വിധികൾ പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ന്യായീകരിച്ചുകൊണ്ടാണ് വിധി പ്രസ്താവനകൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, സ്വന്തം കണ്ണിലെ മരക്കഷ്ണം കാണാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണുന്നുണ്ട്. ലോകത്തിൽ തെറ്റിയാത്തവരായി ആരുമില്ല. പിന്നെന്തിനാണ് നമ്മൾ പരസ്പരം കുറ്റം വിളിക്കുന്നത്? അതിനാൽ ആരെയും വിധിക്കരുത്. വിധി ദൈവത്തിനുള്ളതാണ്. പാപിനിയായ സ്ത്രീയെ യേശു കാണുമ്പോൾ പറയുന്നത് എന്താണ്? പാപം ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ പാപം ചെയ്യാത്ത വ്യക്തികൾ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ എന്നല്ലേ? കർത്താവ് പീലാത്തോസിന്റെ മുൻപിൽ മൗനമായി ഇരുന്നത് പോലെ നമുക്കും കുറ്റങ്ങൾ കാണുമ്പോൾ മൗനമായിരിക്കാം. പരസ്പരം സഹകരിച്ചു സ്നേഹിച്ചു നമുക്ക് നമ്മുടെ അളക്കാനുള്ള നല്ല അളവ് പോലെ ദൈവത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.